CPI അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിൽ മതേതര വിദ്യാഭ്യാസ കൺവെൻഷൻ നടത്തി. CPI ദേശീയ കൗൺസിൽ അംഗവും കാഞ്ഞങ്ങാട് MLAയുമായ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. നമുക്ക് വേണ്ട PM ശ്രീ പദ്ധതി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് CPI അനുകൂല സംഘടനകളായ AIYF, മഹിളാ സംഘം, ജോയിന്റ് കൗൺസിൽ, AKSTU, KGOF, യുവകലാസാഹിതി, ISKF, IPTA തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ മതേതര വിദ്യാഭ്യാസ കൺവെൻഷൻ നടത്തിയത്. CPI ദേശീയ കൗൺസിൽ അംഗവും കാഞ്ഞങ്ങാട് MLAയുമായ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. RSS മുഖപത്രമായ വിചാരധാരയിൽ എഴുതിപ്പിടിപ്പിച്ച കാര്യങ്ങൾ പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയമെന്ന നിലയിൽ കോവിഡ് കാലത്ത് ചർച്ച ചെയ്തും കൂടാതെ രാജ്യത്ത് നടപ്പാക്കിയെന്ന് MLA കുറ്റപ്പെടുത്തി. 8 മാസക്കാലം മാത്രം ആയുസ്സുള്ള PM ശ്രീ പദ്ധതി നടപ്പിലാക്കുക വഴി സംസ്ഥാനത്തിന്റെ മതേതര മുഖത്തിന് കളങ്കം ചാർത്താനാണ് UDF സർക്കാരിന്റെ നീക്കമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇടതുമുന്നണി MOU ഒപ്പിട്ടത് നടപ്പിലാക്കേണ്ടെന്ന് തീരുമാനിക്കുകയും മരവിപ്പിച്ചതുമാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഐക്യമുന്നണി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഇടതു മതേതര കക്ഷികളുടെ യോജിച്ച പ്രക്ഷോഭം ഉയർന്നു വരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പുതിയ വിദ്യാഭ്യാസ നയവും ഈ രാജ്യത്ത് കൊണ്ടുവന്നത് എന്ന് പരിശോധിച്ചാൽ ഭരണകൂടത്തിന്റെ ഇതിനൊക്കെയുള്ള താല്പര്യവും ഇതൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നു. അതിനെക്കുറിച്ചൊക്കെ മാഷ് പറഞ്ഞു. പുതിയ വിദ്യാഭ്യാസ നയത്തിൽ മതേതരത്വത്തിന് സ്ഥാനമില്ല. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള പാഠ്യപദ്ധതികളിൽ മധ്യകാല ഇന്ത്യയില്ല, സയൻസ് ഇല്ല, ഡാർവിന്റെ സിദ്ധാന്തത്തെ കുറിച്ച് പറയില്ല. ആ നിലയിൽ ഈ രാജ്യത്ത് ഒരുപാട് ശാസ്ത്ര സത്യങ്ങളെ പോലും നിരാകരിച്ചുകൊണ്ടുള്ള പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനാണ്. AKSTU സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ജയകൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി SN പ്രമോദ് അധ്യക്ഷത വഹിച്ചു. AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KV രജീഷ്, മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി P ഭാർഗവി, AKSTU സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വിനയൻ കലത്ത്, ജലീൽ പാലോത്ത്, സിദ്ധാർത്ഥൻ കരിച്ചേരി എന്നിവർ സംസാരിച്ചു. M ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.